എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. ആ ദുഃഖം പറഞ്ഞതിന് എന്നെ ഇത്രയധികം വേട്ടയാടാൻ ഞാനത് തെറ്റ് ചെയ്തു. പറഞ്ഞതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി പരിഹരിക്കുക, അല്ലെങ്കിൽ ശരിയാ ഞങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയെന്ന് അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാം. പക്ഷെ അവരെയും അവരുടെ കുഞ്ഞാടുകളെയും കൊണ്ടും വിദേശത്ത് പോയി എന്തെല്ലാമാണ് പ്രസംഗിച്ചിരിക്കുന്നത്, അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ലീഗ് എന്ന് പറഞ്ഞാൽ അവരിന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്തരം സൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പകർത്തുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അവർ മാത്രം. നിങ്ങളന്ന് ആലോചിക്കണം, ലീഗൊക്കെ ഭരണകാലത്ത് ഇരിക്കുന്ന കാലത്തല്ലേ മാറാട് കലാപം ഉണ്ടായത്. ഇന്ന് ഈ മുഖ്യമന്ത്രി 10 കൊല്ലമല്ലേ ഭരിക്കുന്ന ഒരു കലാപം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു കലാപം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു മതസൗഹാർദ്ദത്തിലാണ് പോണത്. അന്ന് UDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് മാറാട് കലാപം ഉണ്ടാക്കി എത്ര പേരാണ് കൊന്നത്? മതസൗഹാർദ്ദമാണ് അവിടെ നടപ്പിലാക്കിയത്. അവസരം കിട്ടിക്കൊണ്ടുമ്പോൾ എല്ലാം മറ്റുള്ളവരെ തകർക്കുകയും തളർത്തുകയും ചെയ്യുന്ന നയമല്ലേ. ഉള്ള അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം ഊറ്റിയെടുക്കുകയല്ലേ. ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള താല്പര്യം എന്ത് കാണിച്ചു? അതിനുള്ള തെളിവല്ലേ ഞാനീ പറഞ്ഞതല്ല. 3 ജില്ല ഞാൻ വടക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ തിരക്ക് നോക്ക്. ഞങ്ങൾക്കൊരു കോളേജുണ്ടോ, ഒരു ഉന്നത വിദ്യാഭ്യാസം മലപ്പുറത്തൊരു കുടിപ്പള്ളിക്കൂടം. എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. ആ ദുഃഖം പറഞ്ഞതിന് എന്നെ ഇത്രയധികം വേട്ടയാടാൻ ഞാനത് തെറ്റ് ചെയ്തു. ഈ വിദ്വേഷം പകയായി മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവർ വിളിച്ചപ്പോൾ ഞാൻ ചെന്നില്ല, ഞാൻ അവരുടെ കൂടെ നിന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനെ ചിലരെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് SNDPക്ക് എതിരായി ചില ഒരുക്കങ്ങൾ നടത്തി. അതും പൊളിഞ്ഞ് അതിന് ശേഷം എൻ്റെ ഓരോ വാക്കിനെയും അവിടെ ഇവിടെയുള്ള അടർത്തിയെടുത്തുകൊണ്ട് മതവിദ്വേഷമെന്ന് വരുത്തി മീഡിയകളും ഉപയോഗിച്ചുകൊണ്ടും എന്നെ തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊന്ന് ആലോചിക്കണം, കേരളത്തിലെ 150ഓളം യൂണിയനുണ്ട്, 7000 മേൽ ശാഖയുണ്ട്. ഇതിൽ 10 യൂണിയനെങ്കിലും എനിക്കെതിരായി ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? വേണ്ട. 7000 മേൽ ശാഖകളുണ്ടല്ലോ. ഇവരും വേറെ ഇവരുടെ ചിങ്കിടികളും പലരും ഉണ്ടല്ലോ. ഇവർക്ക് 10 ശാഖയെ കൊണ്ട് എള്ളാപ്പള്ളി നടേശനും നയപരിപാടികളും തെറ്റാണെന്ന് ഒരു പ്രമേയം പാസ്സാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പം എൻ്റെ സമുദായം എൻ്റെ കൂടെയുണ്ട്. ലീഗിൻ്റെ കൂടെ അവരുടെ സമുദായം മുഴുവനുണ്ടോ? ലീഗെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ഒരു കഷണമേ ഉള്ളൂ. ആ മുസ്ലിം സമുദായത്തിലെ എത്രയോ നല്ല ആളുകൾ അവർ മുസ്ലിം സമുദായത്തിൻ്റെ ഈ സംഘടനയ്ക്ക് വെളിയിലാണ്. അപ്പോൾ മലപ്പുറത്ത് സീറ്റ് കിട്ടി. മലപ്പുറം അവരുടേതാണല്ലോ. അത് സീറ്റ് കിട്ടിയെന്നുള്ളത് കൊണ്ട് അവരുടേതാണ് മലപ്പുറം നമ്മൾ സംഭവിച്ചപ്പോൾ മലപ്പുറം പാർട്ടിയാണെന്ന് കഴിഞ്ഞില്ലേ. അതിനെ അവിടെ ഇരുന്നോട്ടെ, അതിന് എന്നെ എന്തിനാണ് ക്രൂശിക്കുന്നത്? അപ്പോൾ എന്ന് നോക്കിയാലും TV-യിലായാലും പത്രത്തിലായാലും ഇതെല്ലാം എടുത്ത് എനിക്കിട്ട് കുടയുന്ന ഇടപാട്. നിങ്ങൾ സത്യം മനസ്സിലാൽ കുടയാനുള്ള കാരണമുണ്ട്. പണ്ട് നേരത്തെ എന്നെ അണ്ണനും തമ്പിയായിട്ട് കൊണ്ടുവരുന്നതല്ലേ. എന്നാണ് ഇഷ്ടക്കുറവ് വന്നത്? അവർ വിളിച്ചപ്പോൾ ഞാൻ ചെല്ലാഞ്ഞുകൊണ്ടല്ലേ എന്നോട് ഇഷ്ടക്കുറവ് വന്നത്. അതൊക്കെ മുമ്പ് എന്നെയും കൊണ്ട് എന്തെല്ലാം കൊണ്ട് എവിടെയെല്ലാം നടന്നവരാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതല്ല കുറ്റം. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തവനാണ് ഞാൻ. മരണത്തെ മുമ്പിൽ കണ്ടവനാണ്. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. ആ പറഞ്ഞതിൽ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. നിലപാടുകളിൽ നിന്നും മാറ്റമില്ല. ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടേതായ ബോഡിയിൽ എടുക്കുന്ന തീരുമാനമാണ്. വെള്ളാപ്പള്ളി നടേശ് എടുക്കുന്ന തീരുമാനമല്ല. ആ ബോഡിയിലെടുക്കുന്ന തീരുമാനമായി ധൈര്യമായി തൻ്റെ അടുത്തോടുകൂടി ഞങ്ങൾ നീങ്ങും. ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തി ഭയപ്പെടുത്തി SNDP യോഗത്തെയോ യോഗ നേതാക്കന്മാരെയോ ഇരുത്താമെന്നോ തളർത്താമെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനിരിക്കുള്ളൂ. സെക്രട്ടറി, മലപ്പുറം അടക്കമുള്ള ചില മേഖലകളിൽ, പ്രത്യേകിച്ച് മലബാറിലെ ചില മേഖലകളിൽ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന, അതായത് മുഖ്യമന്ത്രിയായിട്ട് ചേർന്ന് നടത്തിയ ആ പ്രസംഗം വോട്ട് ഏകീകരണത്തിന് കാരണമായി എന്ന് പറയുന്നത്. അതായത് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഏകീകരിക്കുകയും അത് UDFന് ലഭിക്കുകയും അങ്ങനെ UDF അവിടെ വലിയ മേൽക്കൈ നേടുകയും ചെയ്യുന്നു എന്നിങ്ങനൊരു പ്രചരണ വിലയിരുത്തലുണ്ട്. എന്താണ് പറയാനുള്ളത്? പറയാം. ഈ മുസ്ലിം ഏകീകരണം ഇപ്പോഴല്ല ഉണ്ടായത്. നിങ്ങൾ കഴിഞ്ഞുണ്ടല്ലോ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ BJP വിമുക്ത ഭരണം ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നല്ലോ. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ ഈ മുസ്ലിം സ്ഥാനാർത്ഥി നിന്നിട്ട് പോലും മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല. ഇവിടെ തന്നെ ആർക്കാണ് വോട്ട് ചെയ്തത്?
കോൺഗ്രസിന് ഔട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? ഇവിടെ എന്നും ഇവിടുന്ന് ഒരു ഇടതുപക്ഷത്തിന് ജയിച്ചോ? തോറ്റില്ലേ? അപ്പോൾ അഖിലേന്ത്യാ ലെവലിൽ മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കോൺഗ്രസ് മുസ്ലിമും ഒരേ ഐക്യത്തോടെ മുമ്പോട്ട് പോകുന്നു. അതിന് എന്നൊക്കെ തലേ കയറിയാൽ മതിയാ. ഞാൻ മുഖ്യമന്ത്രിയുടെ കാറി കയറിയെന്ന് കുറ്റം പറഞ്ഞാൽ മതിയാ. കാറി കയറി എന്തൊരു കുറ്റമാണ്! എത്ര നേതാക്കന്മാർ കണ്ട പെണ്ണുങ്ങളെ വെച്ചിട്ട് പോയിട്ട് ആരും കണ്ടിട്ടില്ല. അതൊക്കെ എത്രയോ പേര് എഴുത്തൊക്കെ എഴുതിയാണ്. എന്നിട്ടൊന്നൊരു ഭരണം ചലിച്ചില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഞാൻ 50 കൊല്ലമായി പെൻഷൻകാർ കിടക്കണവനാണ്. ഇപ്പം തന്നെ നമുക്ക് എത്ര കാറിൻ്റെ അവിടെ കിടപ്പുണ്ടെന്ന്. ഈ മുഖ്യമന്ത്രി നടക്കുന്നതിനേക്കാൾ വലിയ വണ്ടികൾ ഇപ്പോഴും നടക്കും. കാരണം വേറൊന്നുകൊണ്ടല്ല, പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടല്ല. ഞാൻ അതുപോലെ ഓടി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓടാൻ പറ്റുന്ന നല്ലൊരു വണ്ടി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ നല്ല വണ്ടി സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും സഞ്ചരിച്ചിട്ടും ഞാൻ സഞ്ചരിച്ചനുസരിച്ച് ഒരു വണ്ടി തന്നെ 7 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച വണ്ടിയാണ് അവിടെ ബെൻസ്. ഇന്ത്യയിൽ ബെൻസ് ഇറക്കുമതി ചെയ്തപ്പോൾ ആദ്യം എടുത്ത വണ്ടി അതിപ്പോൾ 28 കൊല്ലമായിട്ടുണ്ട്. ആ വണ്ടി മാത്രം 7 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. 7 ലക്ഷം കിലോമീറ്റർ ഓടിയ ഞാൻ റോഡിൽ കൂടി സഞ്ചരിച്ചിടത്തോളം കേരളത്തിൽ ആരും സഞ്ചരിച്ചില്ല. തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയാം. കാരണം എൻ്റെ തൊഴിലും അങ്ങനെയായിരുന്നു, റെയിൽവേയിലായിരുന്നു. ഓട്ടമല്ലേ, മംഗലാപുരം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ട്രെയിൻ കിട്ടിലേ പോകും. മധുരാണെങ്കിൽ ഇവിടുന്ന് ഓടും. ഇങ്ങനെ എൻ്റെ തൊഴിൽ ഇങ്ങനെ ഓട്ടമായിരുന്നുകൊണ്ട് ഓടും. പിന്നെ സങ്കടം വന്നപ്പോൾ ഞാൻ നടത്തുന്നില്ല, ഞാൻ നല്ലപോലെ ഓടി റോഡേ സഞ്ചരിച്ച്. എനിക്ക് പ്ലെയിനിൽ പോയി പ്രവർത്തകരെ കാണാൻ നോക്കുന്ന സ്ഥിതിയിലല്ല എൻ്റെ പ്രവർത്തന മണ്ഡലം. അങ്ങനെ ഞാൻ ഓടി. അപ്പോൾ ഇത്ര മഹാഭാവൻ ഞാൻ എന്നെ തീണ്ടല്ലാതെയായി പോയാൽ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിട്ടത്. വേറെ ഒരു മുസ്ലിമൊക്കെ എത്തിയാൽ പറയും, ഞാൻ ചോദിട്ടെ തങ്ങളുടെ വണ്ടിയിൽ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തങ്ങളുണ്ടല്ലോ, അവരുടെ ആത്മീയ നേതാവ്. ആ ആത്മീയ നേതാവിൻ്റെ വണ്ടിയുടെ അകത്ത് ഒരു മുസ്ലിം അല്ലാത്ത എത്ര പേരെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആരോപണത്തിന് വേണ്ടി ഇതുപോലെ തറ പറയരുത്. തറ പറയുമ്പോൾ അതിനേക്കാൾ വലിയ തറ പറയാൻ ഞങ്ങളുടെ ആളുകൾ നല്ലപോലെ അറിയാം. അതുപോലെ ഈ ചെറിയ കാര്യങ്ങളും അല്പകാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ ഈ മതവിദ്വേഷത്തിൻ്റെ വിത്തുകൾ കുത്തിയിറക്കരുത്. അത് ഏറ്റെടുത്ത് പറയാൻ കുറേ മാധ്യമങ്ങളുണ്ട്. നിങ്ങളെന്തൊരു കഷ്ടമാണ് പറയണത്. ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലൊക്കെ കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി കിടക്കുന്ന ഓഫീസിൽ വരുന്ന നിങ്ങളൊക്കെ മീഡിയ കാണാനല്ലോ. മുഖ്യമന്ത്രി ഞാൻ അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് 10 കൊല്ലമായിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട് ആകെ 2 പ്രാവശ്യം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്കൊരു കാര്യമില്ല മിസ്റ്ററെ. ഞാൻ നിൽക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഇഷ്ടമാണ്. പിന്നെ കോൺഗ്രസ് ഗതികേടെ നിൻ്റെ പേരോ കോൺഗ്രസ് എന്ന് പറയേണ്ടി വന്നതിന് എനിക്ക് വളരെ ദുഃഖമുണ്ട്. അവസാന മുഹൂർത്തത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴയ KPCC പ്രസിഡൻ്റായ സുധാകരൻ കൂടെ എനിക്കിട്ട് കുത്തി. വെള്ളാപ്പള്ളി നടേശനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പല പാർട്ടികളും കടന്നാക്രമിക്കുന്നു തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് അതേപറ്റി സംസാരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു.